നമ്മോട് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷാഫി നമ്മോടൊപ്പം ചേരുന്നത്. ഷാഫിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഈ സൽമ ബീവിയുടെ കുടുംബത്തിൽ, അതായത് ഇവിടേക്ക് ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഇവരുടെ സാമ്പത്തിക പ്രശ്നം? ഇവർ ഈ കുഞ്ഞുനാളിലെ ഇവരുടെ ഇളയ മകൻ്റെ മകൻ എന്നുള്ള നിലയിൽ വാത്സല്യത്തോടെ ഇവർ വളർത്തിയൊരു കുഞ്ഞാണ് അവൻ. അതിനുശേഷം വിദ്യാഭ്യാസപരമായി അവർ അവിടെ കുഞ്ഞാറമൂട് താമസമാക്കി എന്നുള്ള നിലയിലും ഇവർക്ക് അവിടെ പോയി കാണാൻ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റഹീം ഇയാളുടെ പിതാവ്, ഈ കൊലപാതകം നടത്തിയ പയ്യൻ്റെ പിതാവ് വിദേശത്താണ്. അദ്ദേഹത്തിനവിടെ ബിസിനസ്സുമായി നടത്തിയതിൽ 10-75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും ഈ പയ്യൻ അവിടെ 3 മാസം വിസിറ്റിങ്ങിന് പോയിരുന്നു. അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ താല്പര്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കടം കൊണ്ട്, റഹീമിൻ്റെ കടം കൊണ്ട് അത് നടത്തിയില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അമ്മുമ്മയോട് വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവരത് വിസമ്മതിച്ചു. അതിനുശേഷമാണ് ഇയാളൊരു പെൺകുട്ടിയെ വിളിച്ച്, മുക്കന്നൂരുള്ളൊരു പെൺകുട്ടിയെ വിളിച്ച് ഒരു കാര്യം, ഈ ലത്തീഫിനോട്, അതായത് അച്ഛൻ്റെ സഹോദരനോട് പണം ചോദിച്ചിരുന്നു, പണം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്രയാണ് അതിൻ്റെ തുക കൃത്യമായി അറിയില്ല. എന്തായാലും ലക്ഷങ്ങളിൽ ഉള്ള ഒരു തുക അദ്ദേഹം സഹായിച്ചിരുന്നു അനുജനെ. ആ പൈസ തിരികെ അദ്ദേഹം വേണം എന്ന് ആവശ്യപ്പെട്ടു. അതും ഒരു പ്രകോപന കാരണമായി കണക്കാക്കാം. പിന്നെ ഈ പയ്യൻ വിളിച്ചുകൊണ്ടുവന്ന ഈ പെൺകുട്ടിയെ ഇവരുടെ കുടുംബത്തിൽ ഒന്നടങ്കം അംഗീകരിച്ചില്ല എന്നൊരു ധാരണയും ഈ പയ്യനെ ഈ ഇത്രയും ക്രൂരമായ കൃത്യം നിർവഹിക്കുന്നതിന് പ്രകോപനകരമായി കാണും എന്നാണ്. ഈ ഉമ്മുമ്മയ്ക്ക്, ഈ സൽമാ ബീവിക്ക് ഈ ഫർഹാനയുമായിട്ടുള്ള ബന്ധം ഇഷ്ടമല്ലായിരുന്നു. ഫർഹാനയുമായി അമ്മുമ്മയ്ക്കല്ല, അവരുടെ കുടുംബക്കാർക്ക് ആർക്കും അതിലൊരു താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്കടക്കം എല്ലാവർക്കും. കാര്യം അവരാരും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അവർ വളരെയധികം സ്വപ്നങ്ങളോട് കൂടിയൊരു വളർത്തിയ മകൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി കുടുംബക്കാർക്ക് അതിലൊരു അതൃപ്തിയുണ്ട്. ആ അതൃപ്തി അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഈ കൊടുത്ത പണം തിരിച്ചു ചോദിച്ചെന്നുള്ളതും അദ്ദേഹമാണ് ഇപ്പോൾ സ്ഥലത്തുള്ള രക്ഷകർത്താവ്, അടുത്ത് താമസിക്കുന്ന ഒരു മുത്താപ്പ എന്നുള്ള നിലയിൽ അദ്ദേഹവും ഈ ഫർഹാനെ വിളിച്ചുകൊണ്ടുവന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കാണണം സ്വാഭാവികമായി. അപ്പോൾ ബന്ധുക്കൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആണ്. പക്ഷേ ഈ പയ്യനെക്കുറിച്ച് നേരത്തെ കുടുംബത്തിൽ ഒരു വിരുദ്ധാഭിപ്രായമില്ലായിരുന്നു. ഇയാൾ ഡ്രഗ്സിന് അടിമയോ മറ്റുള്ള സ്വഭാവ ദൂഷ്യങ്ങളോ ഉള്ളതായി ഇവർക്കാർക്ക് ഇത്രയും കാലമായി അടുത്ത ബന്ധുക്കൾക്ക് ഇവനെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്തൊരാൾക്ക് എങ്ങനെ ഇത്ര നിഷ്ഠൂരമായ കൊലപാതകം? അവിടെയാണ് തീർച്ചയായും ഏതെങ്കിലും മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ടല്ലാതെ ഇത്രയും ക്രൂരമായ പ്രൊഫഷണൽ ഒരു കില്ലർക്ക് പോലും ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും അടുത്ത ബന്ധുക്കൾ ഇത്രയും ക്രൂരമായി ആ കൊലപാതകങ്ങൾ എല്ലാ ഹാമറിന് തലയടിച്ച് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ സ്വന്തം അനുജനെപ്പോലും, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സ്വന്തം 14 വയസ്സുള്ള അനുജനെ പോലും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. അമ്മയെ കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? അല്ലെ, അങ്ങനെ അവർ സംശയിക്കുന്ന എല്ലാം തന്നെ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണോ? അമ്മയും പിന്നെ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവന്നതിൽ സ്വാഭാവികമായ അതൃപ്തി രേഖപ്പെടുത്തി കാണും. അപ്പോൾ അമ്മയോടും ആ പക ഉണ്ടായിക്കാണും. എന്നാൽ അമ്മയും വേണ്ട, കാമുകിയും വേണ്ട, അനുജനും വേണ്ട, ബന്ധുക്കളാരും വേണ്ട, അമ്മുമ്മയും വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിക്കാണും എന്നുള്ളതാണ് നമുക്കതിനകത്ത് ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ബന്ധുക്കളുമായി സംസാരിച്ച വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇക്കാര്യങ്ങൾ ഷാഫി പറയുന്നത്. അതിൽ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണുള്ളത്. ഒന്ന്, കൊടുത്ത പണം ലത്തീഫ് തിരിച്ചു ചോദിച്ചപ്പോൾ അതിലെ ദേഷ്യം, ഒപ്പം തന്നെ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ, അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ ഇവരാരും അംഗീകരിച്ചിരുന്നില്ല എന്ന വിഷയം. ഇത് രണ്ടുമാണ് ലത്തീഫിനെ, അല്ലെങ്കിൽ കുടുംബത്തെ ഒന്നടങ്കം തീർക്കാനുള്ള പ്രകോപനമായി ഇവർ കരുതുന്നത്. ബന്ധുക്കൾ ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെ ഈ നാട്ടുകാരൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അഫാൻ ഒരു ലഹരിക്കടിമയാണ് എന്ന കാര്യം ഇവിടെ ഉള്ള നാട്ടുകാർക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കാരണം അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർക്ക് ബോധ്യമായിട്ടില്ല. പക്ഷേ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കുമ്പോൾ അത് അല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ പകയുടെ അങ്ങേയറ്റം എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ്.